ഇക്കയല്ലേ തുടങ്ങിയത്? ഇക്കയല്ലേ തുടങ്ങിയതെന്ന് പറഞ്ഞു. ഏത് ഇക്കയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ഇക്കയൊക്കെ ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഇക്ക ആരാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മിക്കവരും ഇങ്ങനെ മൈക്കും തൂക്കിക്കൊണ്ട് ഒരുത്ത നടപ്പുണ്ട്. അത്യാവശ്യം സിനിമയിലൊക്കെ ആ ഒരു മഹത്തായ വ്യക്തി മുഖമൊക്കെ കാണിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഇക്ക? ഇക്കയുടെ ടീംസുകാരെല്ലാരും കൂടെ ഈ പറയുന്ന യൂട്യൂബേഴ്സിന്റെ മണ്ടക്കോട്ട് കയറാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ എഴുന്നള്ളിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഇക്ക ഏതായിരിക്കും ആ ഇക്ക എന്നൊന്ന് കമന്റ് ഇടാവോ? ആർക്കെങ്കിലും ഇടാൻ പറ്റുമോ ആ ഇക്ക ആരാന്ന്? ഓക്കെ, ഇല്ലെങ്കിൽ ഐക്യയെക്കുറിച്ചൊക്കെ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് വേറെയല്ല, ഇപ്പൊ കേൾക്കാൻ പോകുന്ന ഒരു എക്സ്ക്ലൂസീവ് വോയിസ് ഉണ്ട്. എക്സ്ക്ലൂസീവ് അല്ല, ഇപ്പൊ പല ആൾക്കാരും ചെയ്തിട്ടുള്ള പഴയ വോയിസ് ആണ്. അല്ലാതെ ഒരു എക്സ്ക്ലൂസീവ് ഒരു വോയിസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അത് നാളെയും മറ്റന്നാളും ഉറപ്പായിട്ടും. ഈ അമ്മ സംഘടനയെ പോലും ഈ നാറി, അതായത് ടിനി എന്ന് പറയുന്ന വ്യക്തി പൂരത്തെറി വിളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വഴിയെ നമുക്ക് അത് സംസാരിക്കാം. ഇപ്പൊ നമുക്ക് വീഡിയോ ഒന്ന് കാണാം. ആദ്യമായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്യാത്തൊരു സബ്. ഈ ഒരു വിഷയം ചെയ്യുമ്പോൾ നമുക്ക് സബ്ബോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ആപ്പടെ ആവശ്യപ്പെടുന്ന ഇതുപോലെ സബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യുക. അഭിപ്രായം കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും കൊടുക്കുക. യൂട്യൂബിൽ കാണുന്നവരെ ഹൈപ്പും കൂടെ കൊടുക്കുക. അത് ലൈക്ക് കൊടുത്താലേ ഹൈപ്പ് വരത്തുള്ളൂ. അത് എന്തായാലും കൊടുക്കുക. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് വീഡിയോ കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബും ചെയ്യുക, ഫോളോയും ചെയ്യുക. ഇനി നമുക്ക് കഥയിലോട്ട് പോവാം. ഇൻട്രോ ഓക്കെ. അപ്പൊ ടിനി ടോമിനെതിരെ നേരത്തെ ഒരാൾ കമന്റ് ഇട്ടു. അപ്പം ടിനി അവനെ വിളിച്ചിട്ട് പറയുന്ന കുറെ വാചകങ്ങളുണ്ട്. അതൊന്ന് കേട്ട് നോക്കുക നിങ്ങൾ. അപ്പൊ നമ്മൾ സബ്സ്ക്രൈബേഴ്സും പോട്ടെ, നമ്മൾ ഈ പറയുന്ന യൂട്യൂബേഴ്സിനെയൊക്കെയാണ് സ്കെച്ച് ചെയ്തിട്ടേക്കാണല്ലോ ഈശ്വരാന്ന് ഓർക്കുമ്പോഴാണ്. അങ്ങനെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു മഹത്തായ വ്യക്തികളുടെ അടുത്ത് ഇതുപോലുള്ള കൊട്ടേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തൊന്നും കേൾക്കാൻ ഇടയായിട്ടുണ്ട്. എന്തായാലും നേരെ പോ എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക്. എന്തായാലും അണ്ണൻ അന്ന് ഒരു സബ്സ്ക്രൈബേഴ്സിനെ വിളിച്ച് പറയുന്ന കുറച്ച് വോയിസ് കേൾക്കാം. പിന്നെ അതുപോലെ തന്നെ ആരും പോകരുത്, നമ്മുടെ ഷേത ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. എന്റെ പൊന്നിപ്പോ ഒരു കമന്റ് സോഷ്യൽ മീഡിയ അല്ലേ? കൂടുതലാണ്. അതിപ്പോ ഞാൻ പറയട്ടെ, ഇതൊരു സോഷ്യൽ മീഡിയ എനിക്ക് കഴിഞ്ഞ ഞാൻ പ്രോന്ന് പറഞ്ഞില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ചയില് ഒരു സെക്കൻഡ് അവരൊന്ന് കണ്ടുപിടിച്ച് പട്ടി വയ്ക്കുന്ന വീഡിയോ ഇട്ടു. ആ വീഡിയോ സെലിബ്രിറ്റി അപ്പൊ ഒന്ന് നെഗറ്റീവ് ആ കാണുന്ന പയ്യന്റെ അവസ്ഥ ധരിക്കും. എനിക്കറിയാൻ നയിക്കേണ്ട ആവശ്യമില്ല. നീ അതെന്താണ് നിന്റെ പുറത്തുള്ള സാധനങ്ങൾ നെഗറ്റീവായിട്ട് ജീവിക്കണം. എന്റെ പൊന്നു വേണ്ട. ഞാൻ കമന്റ് നമ്മുടെ ഫേസ്ബുക്കിൽ കമന്റ് ഇതിന് കൂടുതൽ എന്തോ രാഷ്ട്രീയക്കാർ കേൾക്കുന്നത്. വന്ന് എന്ത് കാണിക്കും? ഒന്നെങ്കിൽ മോഹൻലാലിന്റെയോ സുരേഷ് ഗോപിയുടെയോ മമ്മൂക്കയുടെ ഒക്കെ കാണിക്കുമായിരിക്കും. അല്ലാതെ ഇവനെ കൊണ്ട് എന്ത് പറ്റും? ഇവന്റെ മോന്റെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ. വീടിന്റെ അടുത്ത് കിടന്നിട്ട് കാണിച്ച തോന്നിയ ദിവസങ്ങളൊക്കെ. തന്തയായ ആദ്യം അവനെയൊക്കെ നന്നാക്കാൻ നോക്കണം. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇത് അതുമില്ല ഇതുമില്ലെന്നും പറഞ്ഞ് നടക്കുന്ന ഒരു സാധനം. ഒരു വില പോലും ഒരു മനുഷ്യർ ഈ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നില്ല. അമ്മ സംഘടനയുള്ള ആൾക്കാരെ പറയുന്നതിന്റെ ഒക്കെ വോയിസ് നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ ഒക്കെ ഇരിപ്പുണ്ട്. സമയമാകുമ്പോ അത് പുറത്ത് വീണ ടിനി 3G കമന്റ് അത് നമുക്ക് സോഷ്യൽ മീഡിയ കമന്റോടെ കുഴപ്പം. അതെന്താ ആശാനെ? അവന് തൊലിച്ചാലാ? അവന് തൊലിക്കാൻ തോന്നിയാൽ തൊലിക്കും. നിനക്ക് സോഷ്യൽ മീഡിയ വന്നിട്ട് അപരാധം കാണിക്കാനും പറയാമെങ്കിലും അവന് തൊലിച്ചെന്ന് പറഞ്ഞ ഒരു ആകാശം ഒടിഞ്ഞ് വീഴാനൊന്നും പോകുന്നില്ല. നമ്മുടെ ബസ്സു താനാൾ കൊള്ളാലോ. ഇവിടെ വന്ന വഴി താൻ മറക്കരുതല്ലോ, അത്രേ ഉള്ളൂ. അതെന്ത് കഷ്ടമാണ്. കമന്റ് എന്ത് കുഴപ്പം. ഞാനിത് ഫേസ്ബുക്കിലാണ്. നമ്മുടെ ട്രോളിന് വേണ്ടിട്ട് നമ്മൾ ചെയ്യും. നിന്റെ ഉണ്ടായിട്ട് ഓരോ പ്രശ്നം അത് തന്റെ കോമഡി മറ്റേ സാറിനെ പറഞ്ഞു. അവിടെ ഞാൻ പറയില്ല പറഞ്ഞു ഒന്നുകൂടി കാണുള്ളൂ. വെറുതെ എനിക്ക് നാണയത്തെ പോകാനൊന്നുമില്ലല്ലോ. എനിക്ക് നാണയത്തെ പോകാനൊന്നുമില്ല. താങ്കളുടെ വീട്ടിൽ പറഞ്ഞാൽ താങ്കളുടെ വീട്ടിൽ പറഞ്ഞാൽ മതി. അതെ ഞാൻ കമന്റിങ് ഇടും. ഞാൻ കമന്റിങ് ഇടും. കൈപ്പങ്ങനെ എന്റെ കയ്യിൽ നിന്ന് മാനം പറിക്കാൻ പോകും.
ഞാനിപ്പോഴും ചേട്ടാന്ന് വിളിച്ചു. എന്റെ പൊന്നു ഇത് മാത്രം എനിക്ക് BP സോഷ്യൽ മീഡിയ ആകുമ്പോൾ നമ്മൾ അതിന് എത്ര നെഗറ്റീവ്സ് തോന്നുന്നുണ്ട്. നിന്നെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇതിനൊക്കെ ചുരുക്കില്ല എന്നാണ്. അപ്പൊ നിന്നെ ഒരു നേരിട്ട് എന്താ ഞാൻ കുഴപ്പമില്ല. നീയൊന്നും നശിച്ചു കാണാൻ പറ്റിയാൽ എന്റെ പൊന്നു ബ്രോ ഒരു കുരിശേക്കാം. ഓക്കെ, എന്തായാലും നല്ല ആയിട്ടുണ്ട്. പുള്ളിക്കാരന് ഒട്ടും വിട്ടു കൊടുക്കാനൊന്നും പോയിട്ടൊന്നുമില്ല. ഓക്കെ, ഇതൊക്കെ ഞാനൊരു കാര്യം പറയാം, ഇതൊക്കെ പഴയ ഐറ്റങ്ങളാണ്, സാമ്പിൾ വെടിക്കെട്ടാണ്. വരാൻ പോകുന്നുണ്ട് നല്ല ഐറ്റങ്ങളും കാര്യങ്ങളൊക്കെ. ഈ അടുത്ത സമയത്ത് കാര്യങ്ങളൊക്കെ ഉടനെ അങ്ങോട്ട് വരുന്നുണ്ട്. അതിന് മുമ്പ് ഒന്ന് കിടക്കട്ടെ. പണ്ട് അവന്റെ ശീലം ഇപ്പോഴും ഇതൊക്കെ തന്നെ. ഓക്കെ, ഈ ടീമിന്റെ അമ്മയില് എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയെന്നൊക്കെ നമ്മൾ നിങ്ങൾ ഞങ്ങളെ ട്രസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, എന്തായാലും നമുക്ക് ഇനി ശ്വേതാജി പറയുന്നതും കൂടെ ഒന്ന് കേട്ടിട്ട് വരാം. ഓഡിയോ റിലീസായിരുന്നു. നമ്മുടെ വാച്ച്മാൻ്റെ ആൻഡ് ജനറൽ സെക്രട്ടറി സംസാരിച്ച് ആ ഒരു ഓഡിയോ ജനറൽ സെക്രട്ടറിയുടെ പേഴ്സണൽ ഫോണിൽ നിന്നാണ് ലീക്ക് ആയത്. അപ്പോൾ അത് ആരാണെന്ന് പറഞ്ഞപ്പോൾ അത് നമ്മുടെ ജനറൽ സെക്രട്ടറി അതിൻ്റെ ഉത്തരവാദിത്വം എടുത്തു. നമ്മളുടെ എല്ലാവരെയും മുമ്പിൽ അതിൻ്റെ എന്താ പറയുക അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനാണ് ആ വോയിസ് മെസ്സേജ് പാർവതി ചേച്ചിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ 3-4 കാര്യങ്ങൾ ഭയങ്കര രമ്യമായിട്ട് തന്നെയാണ്. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവർക്കും എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പക്ഷെ മീഡിയ മുമ്പാകെയുള്ള കാര്യമല്ല സത്യം. പിന്നെന്താ ചേച്ചി സത്യം? ആ ചേച്ചി തന്നെ പറ. സത്യം എന്താന്ന് വെച്ചാൽ ചേച്ചിയുടെ വായിൽ എന്താന്ന് വെച്ചാൽ ചേച്ചി പറ. സത്യം എന്താണെന്ന് ചേച്ചിക്ക് നല്ല രീതി അറിയാം. ചേച്ചി പല കാര്യങ്ങളും വളച്ചൊടിച്ച് വിടുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അമ്പലത്തിന്റെ കേസ് കേട്ടാണെങ്കിൽ പോലും അവിടുന്ന് ഈ നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തി 75 ലക്ഷം രൂപ തരുന്നു. പിന്നെ ഈ പറയുന്ന ശ്വേതാമേനോന്റെ ഹസ്ബൻഡിന് എന്തോ പങ്കോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് സത്യം എന്ന് എല്ലാവർക്കും അറിയാം. ചേച്ചി ഇതിന്റെ ഇടയിൽ നല്ല പോലെ ജമയുന്നുണ്ട്. കാരണം ആർക്കൊക്കെ എന്തൊക്കെ പറ്റുന്നത് എനിക്കൊരു കൂട്ടം പറയല്ലേ എന്റെ കൃഷ്ണ എന്നുള്ള രീതിയിലാണ് ചേച്ചിയുടെ സംസാര രീതികളൊക്കെ. നമ്മളത്ര മണ്ടന്മാരൊന്നുമല്ല ചേച്ചി. നമ്മളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ഈ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ന്യൂസിൽ കൂടെ ഈ കാര്യങ്ങളൊന്നും വന്നില്ലെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയ നമുക്ക് അത്യാവശ്യം അറിയുന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. കാരണം ജനങ്ങൾ ഇവിടെ മന്ദരാവുകയാണ് പല കാര്യത്തിലാണെങ്കിൽ പോലും. നിങ്ങളെയൊക്കെ വിശ്വസിച്ച് നിങ്ങളുടെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. പിന്നെ ഒരു കാര്യം ചേച്ചി, ഇപ്പൊ കണ്ണാടിയും ഇപ്പൊ എല്ലാവരും കൂളിംഗ് ഗ്ലാസ് ഇട്ട് ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കുമ്പോൾ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ പൈസ കൊണ്ടാണ് അവർ പടം കാണാൻ തീരുമാനിച്ചുകൊണ്ട് മാത്രമാണ് അവരൊക്കെ ഈ നിങ്ങളുടെയൊക്കെ പടം കാണാൻ വേണ്ടി ഇരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ ഈ ഒരു ലെവലിൽ എത്താൻ പറ്റുന്നത്. മലയാളികൾ വേണ്ട എന്ന് വെച്ചാൽ തീരാനേ ഉള്ളൂ ഈ അഹങ്കാരമൊക്കെ. കൊള്ളാം എന്തായാലും. തുടങ്ങിയത് എനിക്ക് വാർത്ത കിട്ടുന്ന കൊടുക്കാന്നുള്ളതാണല്ലോ. വാർത്ത കിട്ടിയാൽ കൊടുക്കാന്നുള്ള മാധ്യമ ധർമ്മം അല്ല ഞാൻ പറയാം. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും നമ്മുടെ കൂടെ ഇത്രയും വർഷങ്ങളായിട്ട് കൂടെ ഉണ്ടായ ഒരാൾക്കാരാണ്. അത്രേ ഉള്ളൂ. മാധ്യമങ്ങൾ ന്യൂസ് ഉണ്ടാക്കണം. അവർക്ക് വൺ സൈഡഡ് ആണെങ്കിലും അവർ എല്ലാം സൈഡിന്റെ ഒരു സ്റ്റോറി ചെയ്യാറില്ല. അപ്പോ അതാണ് നമ്മൾ ഇതുവരെയ്ക്കും ഇക്ക നമുക്ക് നല്ല രീതി അറിയാം ഏതൊക്കെയാണെന്ന്. അല്ല, അൻസിബ ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞാല് ഇതൊരു ചാരിറ്റി ഓർഗനൈസേഷൻ ആണ്. നമ്മുടെ ഓരോ മെമ്പേഴ്സ് ഇപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒബ്വിയസ്ലി നമ്മുടെ ഈസി മെമ്പേഴ്സ്, നമ്മൾ എന്തായാലും പ്രസിഡന്റും ജനറൽ സെക്രട്ടറി ഇല്ലാത്ത ഒരു പാനൽ ഉണ്ടാവില്ല. പക്ഷെ അതല്ലാതെ നമ്മുടെ വേറെ പുറത്തുനിന്ന് 3 ആൾക്കാർ, നമ്മുടെ അമ്മ മെമ്പേഴ്സിൽ, അപ്പൊ 5 ആൾക്കാർ ഉള്ള ഒരു പാനലാണ് ഇതിലുണ്ടാവും. നമ്മുടെ അമ്മ മെമ്പേഴ്സിൽ അപ്പൊ 5 ആൾക്കാർ ഉള്ള ഒരു പാനലാണ് ഇതിലുണ്ടാവും. അൻസിബ ഈ എക്സിക്യൂട്ടീവ് മെമ്പർ സ്ഥാനമാണ് രാജിവെച്ചത്. അമ്മയിൽ നിന്ന് അവള് രാജിവെച്ചിട്ടൊന്നുമില്ല. അൻസിബയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ പിഷാരടിയുടെയും ഒക്കെ സംസാരിക്കണമെന്നാണ് അൻസിബ പറഞ്ഞിട്ടുള്ളത്. അതിനാണെങ്കിൽ അവർ പറഞ്ഞൊരു ന്യായം എന്താണെന്ന് വെച്ചാൽ അവർക്കൊക്കെ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി നൈസായിട്ട് സംസാരിച്ച് വെച്ചത്. അതൊന്നും ഇവിടെ പറയുന്നില്ല. ഓക്കെ, പട്ടിശോയ്ക്കൊരു കുറവില്ല. ഇവിടെ എല്ലാ ദിവസവും വന്നിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളുടെ എല്ലാവരുടെയും സ്വീകരണം വന്നിട്ടില്ല. അവരെല്ലാവർക്കും നമ്മുടെ കമ്മിറ്റീന് അത്ര വിശ്വാസമില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരിരിക്കുന്ന ഒരു കമ്മിറ്റിയാണ് അവർ പറയുന്നത്, അല്ലേ? വി ഹാവ് ടു സോൾവ് ദ പ്രോബ്ലം. നമ്മളെ സംബന്ധിച്ച് ഇവരെല്ലാവരും നമ്മുടെ മെമ്പേഴ്സ് ആണ്. നമ്മളിവിടുന്ന് ആർക്കും പണിഷ്മെന്റോ, നമ്മളിത് കോർട്ടല്ല. സോ വി വാണ്ട് ടു സോൾവ് ദ പ്രോബ്ലം. നമ്മളെ സംബന്ധിച്ച് എല്ലാം ഫ്രം എവറി മെമ്പർ. ഭയങ്കരം. ആ പെണ്ണ് അവിടെ കിടന്ന് നരക അനുഭവിച്ചുകൊണ്ടിരിക്കുക അൻസിബ. ഓരോരുത്തർ ഗ്രൂപ്പിലാണെങ്കിൽ പോലും അവളെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തപ്പോൾ പോലും ഒരു മനുഷ്യർ പോലും സംസാരിക്കുകയോ കൂടെ സപ്പോർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതിനൊക്കെ ചേച്ചി മറുപടി തരണം. ഓക്കെ, ഇനി അടുത്തിട്ട് അൻസിബയും ടിനി ടോമും ഈന കുറുപ്പും പിന്നെ ലക്ഷ്മി പ്രിയവും ഇത് 4 പേരുടെയാണ്. അപ്പൊ അതിന്റെ മെയില് കണ്ട് അത് സപ്പോർട്ടിച്ച് നമ്മുടെ പാനൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബിക്കോസ് ഒബ്വിയസ്ലി അവരുടെ അവർ എത്ര നമുക്ക് എഴുതിയേ പറ്റും, നമുക്ക് മെമ്പേഴ്സ് അല്ലേ. അപ്പൊ പക്ഷെ ആരാണ് എന്താണ് അത് ഈ വഴി അവർ പറഞ്ഞത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സംഘടനാപരമായ ആൾക്കാരെ പരാമർശിച്ച് നമ്മളോടൊന്നും ചോദിക്കാതെ നമ്മൾ മീഡിയ മുമ്പാകെ കുറെ കാര്യങ്ങൾ പറഞ്ഞതിന്
സ്ട്രിക്റ്റ് ആയിട്ട് നമ്മുടെ EC മെമ്പേഴ്സ് ഉൾപ്പെടെ കുറച്ച് ആൾക്കാർക്ക് നമ്മൾ ഷോർട്ട് ഹൗസ് നോട്ടീസ് കൊടുക്കുന്നുണ്ട് ലീഗലി. അപ്പൊ അൻസിബ പെടുമെന്ന് തോന്നുന്നു ചേച്ചിയുടെ സംസാരമൊക്കെ കേട്ടിട്ട്. നമുക്ക് നോക്കാം. എന്തായാലും ജനങ്ങൾ എന്തായാലും ഈ പറയുന്ന അൻസിബയ്ക്ക് സപ്പോർട്ടും കാര്യങ്ങളായിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് പേടിക്കണ്ട. അയ്യോ, ജസ്റ്റിസ് ഫോർ അൻസിബ എന്നും കൂടെ ഇടാൻ മറക്കല്ലേ. പിന്നെ ടിനി ടോമിനെ കുറിച്ച് അവിടെ താമസിച്ച ഒരു UK കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതൊന്ന് കേട്ടിട്ട് വാ. ഈ ഫ്ലാറ്റിന്റെ ടോട്ടൽ ഏരിയയിൽ ഒരു 1 ഏക്കർ 60 സെന്റ് കയ്യേറിയേക്കാണ്. നമ്മളെ ഈ ഫ്ലാറ്റിൽ നിന്ന് ഇറക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ ഫ്ലാറ്റിലുള്ള കുറച്ച് ഭാഗങ്ങൾ ടിനി ടോം എന്ന് പറയുന്ന ഒരു നടനെ ഹോൾഡ് ചെയ്ത് വെച്ചാൽ പുഴയുടെ തീരം മടച്ചു കെട്ടി കയ്യേറിയേക്കണാണ്. അപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞ് റീസർവേ എടുത്തു കഴിഞ്ഞാൽ ടിനി ടോം അടക്കമുള്ളവരുടെ വീടിന്റെ മുറ്റം, ആ ലോൺ, പിന്നെ അവിടെ ഒരു കെട്ടിടമുണ്ട്, അതിന് ക്ലബ് ഹൗസാണ്, അവിടെയാണ് ഇവരുടെ പരിപാടികളെല്ലാം. അതെല്ലാം പോകും. ഇവനെ പോലുള്ളവരെ ഇങ്ങനെ ഇല്ലെങ്കിൽ സ്ഥലം പോയി കഴിഞ്ഞാൽ ആ ഏരിയയുടെ ആ കോളനിയുടെ ഭംഗി പോയി. ഭീമമായ തുകകളാണ് മെയിൻ്റനൻസ് ചാർജ് എന്ന് പറഞ്ഞ് ഓരോ ടെനൻസിന്റെ ഇതും വാങ്ങുന്നത്. ഞാൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടൊരു വീട് കുടുംബം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ എന്റെ ഓണറെ വിളിച്ചിട്ട്, എന്റെ ഫാമിലി ഫ്രണ്ട് തന്നെയാണ്, എന്റെ ഓണറെ വിളിച്ചിട്ട് അവർക്ക് അവിടെ കൊടുക്കരുത്, ഇരട്ടി വിലക്ക് ഞങ്ങൾ തരാം. ഇവന്റെ സ്ക്രൂയിങ് ഞാനോ അമ്മയുടെ മീറ്റിംഗിലായിരുന്നു ഞാനോ ഭയങ്കര പ്രശ്നങ്ങളാണത്. ഭയങ്കര മമ്മൂക്കയുടെ മറ്റേ എന്റെ പൊന്നളിയാ തള്ളു നാട്ടുകാർ. ഇയാള് ഞാൻ വെച്ച് ഈ സ്റ്റേജ് ഷോയിൽ മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള ഉടായ്പ ഉത്തരവെന്ന് ഞാൻ വിചാരിച്ചു. റിയൽ ലൈഫിൽ ഇതൊക്കെ തന്നെയാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. സത്യം പറയാലോ, പട്ടി വിലയുള്ളൂ ഇവന്, പട്ടി വില മാത്രം. ഇപ്പം അമ്മയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അതുപോലത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് വഴിയെ പുറത്ത് വരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കും ഈ ഒരു വ്യക്തിയുടെ രീതി എന്താണെന്നുള്ള രീതിയിലാണ്. ഒക്കെ പോലീസ് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇവനില്ലെങ്കിൽ അമ്മയില്ലെന്നുള്ളതാണ്. ഇട്ട് കഴിയുമ്പോൾ ഈ വീഡിയോ വൈറലായി കഴിയുമ്പോൾ എനിക്കെതിരെ എന്തെങ്കിലും കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നുള്ളത് 100%. ഒരു മിനിമം ഭീഷണി എൻ്റെ അപ്പനും അമ്മയ്ക്കും ഉണ്ടാവും എന്നുള്ളത്. സംഭവം ഇൻസിഡന്റ് ഇതാണ്. വണ്ടി റേസ് ചെയ്യിച്ച് പോയി, സൗണ്ട് കുറച്ച് ഓടിക്കാൻ പറഞ്ഞു, നമ്മളെ തെറി വിളിച്ചു. അപ്പൊ ഇത് കഴിഞ്ഞു ഞങ്ങളപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു. പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ല ഇപ്പൊ ഇത്രയും രാത്രി ആയില്ലേ, എത്ര രാത്രിയായാലും ഒരു പരാതിക്കാരൻ പരാതി എന്നാൽ അക്നോളജ്മെന്റ് കൊടുക്കണമെന്നുണ്ട്. പക്ഷേ ഒരു കണ്ണട വെച്ചിട്ട് ഒരാളായിരുന്നു. പുള്ളി പറഞ്ഞു നിങ്ങൾ പൊക്കോ നിങ്ങൾ വിളിപ്പിക്കാന്ന് പറഞ്ഞു. ഞാൻ നെക്സ്റ്റ് തൃശ്ശൂർ പോവാണ്. ഒരു നമ്പറിൽ എനിക്ക് കോൾ വന്നു. ഭയങ്കര ഹറാസ്മെന്റ് ആയിരുന്നു. താനൊരു സിവിലിനെതിരെ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്, അങ്ങനെയാണോ ഇങ്ങനെയാണോ? ഞാൻ താനാരോട് എന്ന് ചോദിച്ചു. ഞാൻ ആരോ CA ആണ്. ഞാൻ പറഞ്ഞു ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ പിന്നെ സബോർഡിനേഷനെ കൊണ്ട് വിളിപ്പിക്കലായി. അപ്പൊ ഈ മറ്റേ അരഗൻസ് മാറ്റിയിട്ട് മറ്റേ ഇത് മാറ്റി താഴ്മയിലോട്ട് എത്തിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ശബരീഷ് ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യേ, ആ പയ്യന്റെ ഭാവിയല്ലേ. ഞാൻ പറഞ്ഞു ശരി ആലോചിക്കാം നോക്കട്ടെ. ശബരീഷ് എപ്പോഴാണ് വരികയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. ഒരു 4 o'clock ഞങ്ങളവിടെ എത്തി. ഞാൻ അവിടെ ഇരിക്കുകയാണ്. 5 മണിയായപ്പോൾ പുള്ളി എത്തി. 5 മണിയായപ്പോൾ സിനിമ അവിടെ എത്തി. പട്ടി ഷോ അകത്തേക്ക് കയറി പോയി. CA ആയിട്ട് എന്തോ കോൺവെർസേഷനിലായിരിക്കാം. കുറച്ച് കഴിയുമ്പോൾ ഒരു സബോർഡിനേറ്റ്സ് വന്ന് വിളിക്കേണ്ട സ്ഥാനത്ത് വന്ന് അകത്തേക്ക് വന്ന് ബാ. അപ്പൊ ഞാൻ ആലോചിച്ചു, ഞാൻ വൈകിട്ട് തോന്നുന്നു ഇവനെ പോലീസിലെടുത്താ, എൽദോനെ സിനിമയിലെടുത്തെന്ന് പറഞ്ഞല്ല, ഇവനെ പോലീസിലെടുത്താ. ഞാൻ അവിടെ ഇരുന്നു. ചെന്നിരുന്നപ്പോ CA മഞ്ജുനാഥോ മഞ്ജുദാസോ ശബരീഷ് കഞ്ചാവ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തു. അതുകൊണ്ട് ശബരീഷിന്റെ പേരിൽ കേസ് തിരിച്ചേട്ടനെ കൊടുക്കാൻ പറ്റും. ഈ ഒരു ടിനിച്ചേട്ടനെ കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഇതിന് ആലുവ പോലീസുകാർ ഈ പറയുന്ന വ്യക്തി ഒരുപാട് ചിത്തറി വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വ്യക്തിയെ മോശമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം. ഇതൊന്നും ഇപ്പോഴും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടത് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ടിനിച്ചേട്ടൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഹോളും കാര്യങ്ങളൊക്കെ ടിനിച്ചേട്ടന് നല്ല രീതിയുണ്ട്. സുരേഷ് ഗോപിയൊക്കെ ഉള്ളതല്ലേ കൂട്ടത്തിലാണ്. എന്തായാലും നമുക്ക് നോക്കാം ഇനി ടിനിച്ചേട്ടൻ്റെ ഹോൾഡും കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെയാണ് നമുക്കൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. എന്തായാലും കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളുണ്ട്. അത് ഉറപ്പായിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അതിന് മുമ്പ് ചുമ്മാ ഒരു ട്രയൽ വീഡിയോ ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, ബൈ, ലവ് യു ഓൾ ഗൈസ്.